കൊതുകുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് ഈ കൊതുകുകളെ കുറിച്ചുള്ളത്. കാരണം ഞാൻ എവിടെ നിന്നാലും അടുത്ത പഞ്ചായത്തിലുള്ള കൊതുക് പോലും എന്നെ തെരഞ്ഞു പിടിച്ച് വന്ന് കടിക്കും എന്നുള്ളതാണ് പ്രശ്നം. കടിക്കുന്നതോ പോട്ടെ, ഈ കടിച്ച സ്ഥലത്ത് തിണർത്ത് വരികയും കുറേ നേരത്തേക്ക് നീറ്റലും ചൊറിച്ചിലുമൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിയുന്നതും കൊതുവിന് പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലും എവിടെന്നെങ്കിലുമൊക്കെ കൊതുകുകൾ വന്ന് സ്ഥിരമായിട്ട് എന്നെ വളഞ്ഞിട്ട് കടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലോകത്തിലെ മുഴുവൻ കൊതുകുകളും നശിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ മുഴുവൻ കൊതുകുകളെ നശിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? കൊതുകുകളില്ലാത്ത ലോകം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ല രസമായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ലോകത്ത് എത്ര ഇനം കൊതുകുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? 3500-ലധികം ഇനങ്ങളിൽപ്പെട്ട കൊതുകുകളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ കൊതുകുകളെല്ലാം അപകടകാരികളാണോ? കൊതുകുകൾ അപകടകാരികളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാര്യം കൊതുകുകൾ ഒരുപാട് രോഗങ്ങൾ പരത്തുന്നുണ്ട്. കൊതുകുകൾ കടിയേറ്റ് രോഗം വന്ന് മരിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൊതുക് കടി കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ 3500-ലധികം ഇനങ്ങളിൽപ്പെട്ട കൊതുകുകൾ ഉണ്ടെങ്കിലും 100 ഇനങ്ങളിൽപ്പെട്ട കൊതുകുകൾ മാത്രമാണ് അപകടകരമായിട്ടുള്ള രോഗങ്ങൾ പരത്താൻ സാധ്യതയുള്ള കൊതുകുകൾ എന്ന് പറയുന്നത്. എന്നാലും ഈ കൊതുകുകളെയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ല നടപടിയല്ല എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള കൊതുകുകളെ കൊല്ലുന്ന പരിപാടികളും കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊതുകുകൾ അത്രയും ശല്യക്കാരാണെങ്കിൽ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്ക് പോകുവാനും ചിലപ്പോൾ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞേക്കും. എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകും എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ട് കൊതുകിനെ കൊന്നാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പറയാവുന്ന ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, ചിലതരം പക്ഷികളും ജീവികളും ഒക്കെ ഈ കൊതുകുകളെ പിടിച്ച് തിന്നുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ആഹാരമാണ് ഈ കൊതുകുകൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഈ കൊതുകുകളെ കൊന്നു കഴിഞ്ഞാൽ ഈ പക്ഷികളും ഈ ജീവികളും ഒക്കെ വേറെയും ചില ജീവികളെയൊക്കെ തിന്നല്ലേ ജീവിക്കുന്നത്, അവരങ്ങ് ജീവിച്ചോളൂലേ എന്ന് ചിന്തിക്കാം. അങ്ങനെ വേണമെങ്കിലും നമുക്ക് കരുതാം, അവർ ജീവിച്ചുപോളും എന്ന് കരുതാം. എന്നാലും കൊതുകിനെ കൊല്ലാൻ പറ്റില്ല. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഭൂമിയിലുള്ള ആയിരക്കണക്കിന് സസ്യങ്ങളിൽ പരാഗണം നടത്തുന്നത് കൊതുകുകളാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ കൊതുകുകൾ പരാഗണം നടത്തുന്നതിലൂടെയാണ് ഈ സസ്യജാലങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുന്നതും പലതരത്തിലുള്ള ഈ സസ്യങ്ങൾ ഭക്ഷിച്ചാണ് ഒരുപാട് മൃഗങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതും. ഏതെങ്കിലും കാരണവശാൽ കൊതുകുകൾ മുഴുവൻ നശിച്ചുപോയി, അല്ലെങ്കിൽ കൊതുകുകളെ നശിപ്പിക്കുന്നതിലൂടെ പരാഗണം നടക്കാതെ വന്നാൽ ഈ സസ്യങ്ങളൊക്കെ നശിച്ചു പോവുകയും ഈ സസ്യങ്ങളെ ആഹാരമാക്കുന്ന മൃഗങ്ങൾ നശിച്ചു പോവുകയും ഒക്കെ ചെയ്ത് ഒരു സന്തുലിതാവസ്ഥയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകും എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് എത്ര ശല്യം ഉണ്ടാക്കിയാലും കൊതുകുകളെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് കൊതുകുകളില്ലാത്ത എവിടെയെങ്കിലും താമസിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഐസ്ലാൻഡിലും അന്റാർട്ടിക്കയിലും മാത്രം കൊതുകുകളില്ല എന്നാണ് പറയുന്നത്. അങ്ങോട്ട് താമസം മാറ്റിയാൽ കൊതുക് കടി കൊള്ളാതെ രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്.